ബിഗ് ബില്യൺ ഡേയ്സിൽ ഒരു ഫോൺ എടുക്കാൻ നിൽക്കുന്നവരാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾ വന്നിരിക്കുന്നത് കറക്റ്റ് സ്ഥലത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് കമ്പനികൾ, ഏറ്റവും ബെസ്റ്റ് ഡീൽസും കാര്യങ്ങളും ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഓൾറെഡി ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും മാക്സിമം വിലക്കുറവിൽ എടുക്കാമെന്ന്, അതുപോലെ തന്നെ അവിടെ ചതിക്കുഴിയിൽ ഒന്നും ചെന്ന് വീഴാതെ ഇങ്ങനെ കറക്റ്റായിട്ട് എടുക്കാവുന്ന ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. എവിടെയെങ്കിലും കാണും, ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. കഴിഞ്ഞ തവണയിട്ട് വീഡിയോയുടെ റെസ്പോൺസ് ഏകദേശം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ 3500+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൊണ്ട് നമുക്ക് 1K എന്ന് പറഞ്ഞാൽ വലിയൊരു മൈൽസ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 25 വീഡിയോസിനുള്ളിൽ ഒന്ന് 1K കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഫോണുകളുടെ ഡീൽസും കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ലാപ്ടോപ്പിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ നമുക്ക് കുറച്ച് കമന്റും കാര്യങ്ങളെല്ലാം വന്നിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാറടിപ്പിക്കുന്നില്ല. സോ ഹലോ, വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യു വാച്ചിങ് ഡയറക്റ്റ് ടെക്. അപ്പോൾ ആപ്പിളിന്റെ ഡീൽസ് നോക്കുവാണെങ്കിൽ ഐഫോൺ 16 Pro, 16, 16 Pro Max, 17 എന്ന് പറഞ്ഞ് 14 എന്ന് പറഞ്ഞ് നിരവധി ഫോണുകളാണ് ഇത്തവണ സെയിൽ വന്നിരിക്കുന്നത്. അതും വമ്പൻ ഓഫറുകളിലാണ്. അപ്പം മണ്ടത്തിനൊന്നും കാണിക്കല്, പ്രോയ്ക്ക് എടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യാം. കാരണം ഇങ്ങനെ ഐഫോൺ സെലക്ട് ചെയ്യാന്നുള്ളത് കുറേ വ്യത്യസ്ത കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ. അപ്പോൾ അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ ആൻഡ്രോയിഡിലെ കൊല കൊമ്പനായിട്ടുള്ള നമ്മുടെ പിക്സലിന്റെ ഡീൽ അങ്ങോട്ട് നോക്കാം. എനിക്ക് പിക്സലിന്റെ ഏറ്റവും വേർത്ത് ആയിട്ടുള്ള ഡീൽ എന്ന് തോന്നുന്നത് പിക്സൽ 9 ആണ്. ഏകദേശം 35,000 രൂപ റേഞ്ചിലാണ് നിങ്ങൾക്ക് പിക്സൽ 9 ഇത്തവണ ബിഗ് ബില്യൺ ഡേയ്സിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ഡീലാണ്. നിങ്ങൾ ഗെയിമിങ്ങും കാര്യങ്ങളൊന്നും നോക്കുന്നില്ലെങ്കിൽ നേരെ നിങ്ങൾക്ക് പിക്സലിലോട്ട് പോകാം. ഗെയിമിങ് ഇച്ചിരി ഷോക്കാണ്, ബാക്കി എല്ലാ വയസ്സിലും പിക്സൽ വേറെ ലെവലാണ്. അടുത്തിടെ എനിക്ക് കൊള്ളാവുന്ന ഒരു ഡീൽ എന്ന് തോന്നുന്നത് നമ്മുടെ ഷവോമിയുടെ ഒരൊറ്റ ഡീലാണ് എനിക്ക് തോന്നിയത്. ഷവോമിയുടെ 15 സീരീസ് അത്യാവശ്യം കൊള്ളാം. ഷവോമി 15 നിങ്ങൾക്ക് ഏകദേശം 50,000 രൂപ റേഞ്ചിൽ കിട്ടും. അത് കിഡിലും ക്യാമറയാണ്, കിഡിലും പെർഫോമൻസ് ആണ്, ഓവറോൾ നല്ല കിഡ്ന ഫോണാണ്. അപ്പോൾ 50,000 രൂപയ്ക്ക് ഒരു ആൻഡ്രോയിഡ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഷവോമി എടുക്കാം. അതുപോലെ തന്നെ സാംസങ്ങിന്റെ ഒരൊറ്റ ഫോണുകൾ ഞാൻ ഈ വീഡിയോയിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഒരു ഡിസ്പ്ലേ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ F സീരീസിലാണ്. എനിക്കിനി ഒരു പച്ചക്കര അല്ലെങ്കിൽ ചുമന്നവര അന്ന് എനിക്ക് വിഷമാവില്ലെന്നോർത്ത് എല്ലാ കളറും കൂടെ ചേർത്ത് ഡിസ്പ്ലേ ഫുള്ളായിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റീപ്ലേസ്മെന്റും കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ഫോൺ എടുത്തിട്ട് 2 വർഷം ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ഫ്രീ റീപ്ലേസ്മെന്റ് ഇല്ല എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അവന്മാർ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാതെ, എൻ്റെ നല്ല സാംസങ് ഫോണുകൾക്ക് ഒരു തീരുമാനമാക്കാൻ ഞാൻ ഈ സാംസങ് ഫോണുകൾ റെക്കമെൻഡ് ചെയ്തില്ല. ഞാൻ പറയുന്ന സാംസങ് എടുക്കേണ്ടതെന്ന് തന്നെയാണല്ലേ പണി പാടും. സോ അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് വെറുതെ ഡീലുകളും കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഫോണുകൾ ഈ പ്രൈസ് റേഞ്ചിലുള്ള ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വിവോയുടെ ഡീൽസ് നോക്കാം. വിവോ ഇത്തവണ ഫോട്ടോഗ്രാഫി ഇത്രയും കൊണ്ട് കയറി നിന്നിട്ടുണ്ട്. വിവോയുടെ X200 സീരീസ് എന്നൊക്കെ പറഞ്ഞാൽ എണ്ണം പറഞ്ഞ സ്മാർട്ട് ഫോണുകളാണ്. അങ്ങനെ നമ്മുടെ X200 ഫാൻസ് എഡിഷൻ അല്ലെങ്കിൽ കുഞ്ഞൻ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ X200F നിങ്ങൾക്ക് കിട്ടുന്നത് 45,000 രൂപ റേഞ്ചിലാണ്. അത് അത്യാവശ്യം നൈസ് ഒരു ഡീലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. X200F നല്ല കിണ്ണൻ ക്യാമറ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നിങ്ങൾ ക്യാമറ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് X200F അല്ലെങ്കിൽ X200 Pro നോക്കാവുന്നതാണ്. ഇനി വേറൊരു ഡീല് നമ്മുടെ വിവോയുടെ ഭാഗത്ത് എന്ന് പറയുന്നത് വിവോയുടെ V60 ആണ്. ഏകദേശം നിങ്ങൾക്ക് 30,000 രൂപ 32,000 രൂപ റേഞ്ചിൽ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് T4R എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ അണ്ടർ 20,000, 13,000, 14,000 രൂപ റേഞ്ചിലൊക്കെ കിട്ടുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വിവോയുടെ ഭാഗത്ത് നോക്കാൻ പറ്റിയ അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഡീലാണ്. അടുത്തായിട്ട് നമുക്ക് ഓപ്പോയുടെ നോക്കാം. ഓപ്പോ എന്ന് പറയുന്നത് ഈ ഇടയ്ക്കായിട്ട് അത്യാവശ്യം കൊള്ളാവുന്ന സ്മാർട്ട് ഫോണുകളും കാര്യങ്ങളെല്ലാം ഇറക്കി. അവരുടെ ചവർ ഇറക്കുന്ന സാധനമൊക്കെ മാറ്റി ഓപ്പോ, റെനോ, അതുപോലെ തന്നെ K സീരീസ് ഒക്കെ ഇത്തവണ കൊള്ളാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഡീൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്പോയുടെ ഭാഗത്ത് നോക്കണം. നമ്മുടെ ഓപ്പോ റെനോ 14 Pro ഏകദേശം അത്യാവശ്യം നൈസ് ഡീലാണ്. നിങ്ങൾക്ക് ഏകദേശം 40,000 രൂപ അല്ലെങ്കിൽ 45,000 രൂപ റേഞ്ചിലായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെനോ 14 ഏകദേശം 33,000 രൂപ 35,000 രൂപ റേഞ്ചിൽ കിട്ടും. ഇത് രണ്ടും അത്യാവശ്യം നൈസ് ഡീലാണ്. പിന്നെ എനിക്ക് കൊള്ളാൻ തോന്നിയത് നമ്മുടെ ഓപ്പോ റെനോ K സീരീസ് ഇവിടെ ഈ ഇറക്കില്ല, മറ്റേ ഫാനൊക്കെ വെച്ച് വന്നു. അങ്ങനെ K13 ടർബോ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫോണായിട്ട് എനിക്ക് തോന്നി. അത് ഏകദേശം 25,000 രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങളും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ K13 ടർബോ നോക്കുകയാണെങ്കിൽ 30,000 രൂപ 35,000 രൂപ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ഓപ്പോയുടെ ഭാഗത്ത് നിന്ന് കൊള്ളാവുന്ന ഡീൽസ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. അടുത്ത് നമുക്കാണ് OnePlus നോക്കാം. കഴിഞ്ഞ വർഷത്തെ കീഴിലെ ഫോണായിട്ടുള്ള നമ്മുടെ OnePlus 13 എനിക്ക് ഇത്തവണ കിട്ടാൻ പോകുന്നത് ഏകദേശം 50,000 രൂപ 55,000 രൂപ റേഞ്ചിലാണ്. ഇത് അത്യാവശ്യം നൈസ് ഒരു ഡീലും കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. OnePlusന്റെ അടുത്ത ഫോണാണ് 13S വന്നിട്ട് നിങ്ങൾക്ക് ഏകദേശം 45,000 രൂപയ്ക്കും 13R വന്നിട്ട് നിങ്ങൾക്ക് 35,000 രൂപയ്ക്കും കിട്ടുന്നതാണ്. ഇത് മൂന്നും അത്യാവശ്യം നൈസ് ഒരു ഡീലാണ്. പിന്നെ OnePlusന്റെ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് ആണ് നോട്ട് സീരീസിൽ നിങ്ങൾക്ക് നോട്ട് 5 ഏകദേശം 25,000 രൂപ റേഞ്ചിൽ കിട്ടുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ കിഡിലും ഗെയിമിംഗ് ഫോണായിട്ടുള്ള നമ്മുടെ iQന്റെ ഡീൽസ് അങ്ങോട്ട് നോക്കാം. iQന്റെ 2 ഫോണുകളാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എണ്ണം പറഞ്ഞ iQന്റെ ഫോണായിട്ടുള്ള iQ13 നിങ്ങൾക്ക് ഏകദേശം ഇത്തവണ കിട്ടാൻ പോകുന്ന നൈസ് ഒരു ഡീലാണ്. 51,000 രൂപയ്ക്ക് നിങ്ങൾക്ക് iQന്റെ 13 കിട്ടുന്നതാണ്. iQ13 ഒട്ടും പറയല്ലേ വേറെ ലെവൽ ഫോണാണ്. ഗെയിമേഴ്സിനൊക്കെ പ്രത്യേകിച്ച് പിന്നെ പറയണ്ടല്ലോ, അറിയാലോ. അപ്പം അത് അത്യാവശ്യം നൈസ് ഒരു ഡീലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. 51,000 രൂപയ്ക്ക് iQ13 ഒരു വർത്ത് ബൈ ആണ്. പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത് iQ Neo 10 ആണ് അടുത്ത ഡീൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് ഏകദേശം 27,000 രൂപ റേഞ്ചിൽ കിട്ടും. ഇത് രണ്ടുമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. Neo 10R ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം കുറച്ച് കംപ്ലൈന്റും കാര്യങ്ങളെല്ലാം വരുന്നതായിട്ട് ഞാൻ ഇങ്ങനെ ട്വിറ്ററിൽ കണ്ടു. അതുകൊണ്ട് അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. Neo 10ഉം 13ഉം ആണ് എനിക്ക് കൊള്ളാവുന്ന ഒരു ഡീലായിട്ട് iQന്റെ ഭാഗത്ത് നിന്ന് തോന്നിയിരിക്കുന്നത്.
ഓക്കെ, ഇനി നിങ്ങൾ നത്തിങ് ഫോണുകളാണ് നോക്കുന്നതെങ്കിൽ നത്തിങ്ങിന് അത്യാവശ്യം നൈസ് ഡീൽസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നത്തിങ്ങിന്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള നമ്മുടെ CMFന്റെ ഫോൺ ആയിട്ടുള്ള CMF ഫോൺ 2 Pro നിങ്ങൾക്ക് ഏകദേശം 15,000 രൂപ റേഞ്ച് കിട്ടുന്നതാണ്. നിങ്ങൾ 20,000 രൂപയ്ക്ക് താഴെ അത്യാവശ്യം നൈസ് ക്യാമറ ഫോണുകളാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നത്തിങ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. CMF ഫോൺ 2 Pro അത്യാവശ്യം നൈസ് ഒരു ഫോണാണ്. അതുപോലെ തന്നെ നമ്മുടെ നത്തിങ്ങിന്റെ കില്ല ഫോണായിട്ടുള്ള നത്തിങ് 3 എൻ്റെ സിസ്റ്റർ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഫോണാണ്. കില്ലും ക്യാമറയാണ്, പോർട്രേറ്റ് 2x കിട്ടുന്ന നല്ല കിണ്ണൻ ഔട്ട്പുട്ടാണ്. അപ്പോൾ അതൊന്നും പറയില്ല. ഒരു 20,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് എന്തായാലും 2A കിട്ടുന്നതാണ്. 18,000 രൂപ, 19,000, 20,000 രൂപ, ഈ ഒരു 18-ന് 20-ന് ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതെന്തായാലും അത്യാവശ്യം നൈസ് ഒരു ഡീലാണ്. പിന്നെ ഒത്തിരി ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫോണാണ് 3A Pro. 3A Pro എന്ന് പറഞ്ഞാൽ 3x ഫോട്ടോസ് ഒക്കെ വേറെ ലെവൽ ഫോട്ടോസ് ആണ്. അപ്പോൾ അത് ഏകദേശം എനിക്ക് 25,000 രൂപ റേഞ്ചിൽ കിട്ടും. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീലുകളാണ്. അപ്പോൾ ഇതാണ് എനിക്ക് കൊള്ളാൻ തോന്നിയത്. പിന്നെ നമ്മുടെ നത്തിങ്ങിയുടെ കയറിയില്ല, നത്തിങ് 3 ലോഞ്ച് ചെയ്തിട്ട് അത് അവർ ലോഞ്ച് ചെയ്ത് 80,000 രൂപയ്ക്കാണ്. പക്ഷേ ഇതിപ്പോൾ കറക്റ്റ് പ്രൈസ് വന്നിട്ടുണ്ട്. ഒരു 35,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് നത്തിങ് 3 കിട്ടുന്നതാണ്. അതും അത്യാവശ്യം നൈസ് ഒരു ഡീലാണ്. കാരണം 8S Gen 3 കാര്യങ്ങളെല്ലാം വരുന്ന അത്യാവശ്യം കൊള്ളാവുന്ന നത്തിങ്ങിന്റെ ഒരു ഓൾറൗണ്ടർ പാക്കേജ് ആണത്. അപ്പോൾ ഇതാണ് എനിക്ക് നത്തിങ്ങിന്റെ ഭാഗത്ത് നിന്ന് കൊള്ളാവുന്ന ഡീൽസ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മുടെ കിണ്ണ ഫോണായിട്ടുള്ള ഗെയിമിങ്ങിലൊക്കെ എണ്ണം പറഞ്ഞ ഫോണായിട്ടുള്ള നമ്മുടെ പോക്കോയുടെ ഡീൽസും കാര്യങ്ങളെല്ലാം നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് ഫോണും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഐക്യു കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോക്കോയുടെ ഡീൽസ് നോക്കാം. പോക്കോ X7 നിങ്ങൾക്ക് ഏകദേശം 15,000 രൂപ റേഞ്ചിൽ കിട്ടുന്നതാണ്. അത്യാവശ്യം നൈസ് ഒരു ഡീലാണ്. അതുപോലെ തന്നെ X7 Pro എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അൺറേറ്റഡ് ബഡ്ജറ്റ് ഗെയിമിംഗ് ഫോണാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഫോണാണ്. എൻ്റെ ഫാദർ യൂസ് ചെയ്യുന്ന ഫോണാണ്. കിട്ടില്ല ഗെയിമിംഗ് ഫോണാണ്, ഒന്നും പറയില്ല. ഏകദേശം നിങ്ങൾക്ക് 20,000 രൂപ റേഞ്ചിലും കാര്യങ്ങളെല്ലാം കിട്ടും. നൈസ് ഒരു ഡീലാണ്, കണ്ണും പൂട്ടി വാങ്ങാം. പിന്നെ വരുന്നതാണ് പോക്കോ F7 ആണ്. ഗെയിമിംഗ് എന്താ ബീസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെ വിശേഷിപ്പിക്കുക ഈ ഒരു 30,000 രൂപ റേഞ്ചിൽ. അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് റേഞ്ചിൽ കിട്ടുന്നതാണ്. കാരണം 8 പ്രോസസർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് നല്ല അത്യാവശ്യം കിണ്ണൊരു ഡീലായിട്ട് വരുന്നുണ്ട് പോക്കോയുടെ ഭാഗത്ത്. ഇനി നമുക്ക് റിയൽമിയുടെ ഡീൽസ് നോക്കാം. റിയൽമിക്ക് ചവർ പോലാണ് ഡീൽസ്. റിയൽമിയുടെ ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്ത P4 നിങ്ങൾക്ക് ഏകദേശം 15,000 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ P4ന്റെ നെക്സ്റ്റ് വേർഷൻ ആയിട്ടുള്ള P4 Pro നിങ്ങൾക്ക് ഏകദേശം 20,000 രൂപ റേഞ്ചിൽ കിട്ടുന്നതാണ്. ഓക്കെ, റിയൽമി 15T നിങ്ങൾക്ക് ഏകദേശം 20,000 രൂപയ്ക്കും T Pro വരുന്ന 27,000 രൂപയ്ക്കാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് ഡീലുകളാണ്. അടുത്ത ഡീൽ എന്ന് പറയുന്നത് നമ്മുടെ റിയൽമി 14 Pro ആണ്. റിയൽമി 14 Pro നിങ്ങൾക്ക് എങ്ങനെ കളിച്ചാൽ ഒരു അണ്ടർ 20,000 രൂപയ്ക്ക് കിട്ടും. 14 Pro Plus നിങ്ങൾക്ക് ഏകദേശം 26,000, 27,000 രൂപ റേഞ്ചിൽ കിട്ടും. ഇത് രണ്ടും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഡീലാണ്. പിന്നെ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു ഡീലാണ് P3 Ultra. ഇത്തവണ നിങ്ങൾക്ക് P3 Ultra ഏകദേശം 21,000 രൂപ റേഞ്ചിൽ കിട്ടുന്നതാണ്. അത്യാവശ്യം നൈസ് ഒരു ഡീലാണ്. പിന്നെ നിങ്ങളൊരു ഗെയിമിംഗ് ആണ് റിയൽമിയുടെ ഭാഗത്ത് നോക്കുന്നെങ്കിൽ റിയൽമി GT സീരീസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ റിയൽമി GT 70, നമ്മുടെ റിയൽമി GT 70 നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം 31,000 രൂപയ്ക്ക് റേഞ്ചിലാണ്. അപ്പം റിയൽമി GT 70 അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് ഫോണാണ്. നിങ്ങൾക്ക് ഗെയിമിംഗിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 30,000 രൂപയ്ക്ക് താഴെ എനിക്ക് തോന്നുന്നു പോക്കോ F7 ഉണ്ട്, അതുപോലെ തന്നെ GT 70 ഉണ്ട്, IQ Neo 10 ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫോണാണ്. ഇനി എൻ്റെതായ കുറച്ച് സജഷൻസ് പറയാം. നിങ്ങൾ ഓരോ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ കൊള്ളാവുന്ന ഒരു സ്മാർട്ട് ഫോൺസ് എന്ന് പറയാം. അണ്ടർ 20K നിങ്ങൾ ഒരു ഗെയിമിംഗ് ഫോൺ നോക്കുകയാണെങ്കിൽ നൈസായിട്ട് ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി എടുക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് പോക്കോ X7 എന്ന് പറയുന്നത്. Dimensity 8400 അൾട്രാ പ്രോസസർ വരുന്നുണ്ട്. 1.5K AMOLED ഡിസ്പ്ലേ, 120 Hz തുടങ്ങിയ നിരവധി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വന്നിട്ട് പാക്ഡ് ഓവറോൾ നല്ലൊരു ഫോണാണ് നമ്മുടെ പോക്കോയുടെ X7. ഇത് അത്യാവശ്യം നൈസ് ഒരു ഡീലാണ്. നിങ്ങൾ അണ്ടർ 20,000 ഗെയിമിംഗ് ആണ് നോക്കുന്നതെങ്കിൽ നേരെ ഇതെടുത്തു. ഇനി നിങ്ങൾ 30,000 രൂപയ്ക്ക് ഒരു ഗെയിമിംഗ് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 ഡീൽസ് ആണ് ബെസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. ഒന്ന് IQ Neo 10 ആണ്. അതിന് ഏകദേശം 30,000 രൂപ 31,000 രൂപ റേഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പോക്കോ F7 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വേറെ ലെവലാണ്. 8 കാര്യങ്ങളെല്ലാം പ്രോസസറും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ റിയൽമി GT 70 ആണ്. ഇത് ഏകദേശം 30,000 രൂപ റേഞ്ചിലാണ്. ഇത് മൂന്നാണ്. ഇതിൽ മൂന്നില് ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ മിക്കവാറും പോക്കോ എടുക്കാനാണ് പറയുന്നത്. പോക്കോ അത്യാവശ്യം കൊള്ളാം. ഇനി അണ്ടർ 20K ഒരു ഓൾറൗണ്ടർ ഫോൺസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മോട്ടോയുടെ ഡീൽസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ, എഡ്ജ് 60 Pro, അങ്ങനെ നിരവധി മോട്ടോയുടെ ഡീൽസ് എല്ലാം അണ്ടർ 20K അത്യാവശ്യം നൈസ് ആണ്. ക്യാമറ ആണെങ്കിലും കുഴപ്പമില്ല. ഓവറോൾ മോട്ടോറോളയാണ് ഏറ്റവും ബെസ്റ്റ് അണ്ടർ 20K. ഇനി ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ഡീലുകളായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് Pixel 9 ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് iPhone 16 പോകും. ഇത് രണ്ടുമാണ് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൊള്ളാവുന്ന ഡീലുകളായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ആൻഡ്രോയിഡ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ Pixel 9 നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾ ഗെയിമിംഗ് ആണ് പിക്സൽ അല്ല നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപയ്ക്ക് നമ്മുടെ Xiaomi 15 സീരീസ് അവൈലബിൾ ആണ്. അത് അത്യാവശ്യം നൈസ് ആണ്. ഇനി അല്ല നിങ്ങൾക്ക് ഐഫോൺ നോക്കാമെങ്കിൽ iPhone 16 ഞാൻ സജസ്റ്റ് ചെയ്യും. ഇനി നമ്മൾ ഐഫോണിന്റെ വേറൊരു ഡീൽ നമ്മൾ വീഡിയോ ചെയ്യാം. കാരണം iPhone 16 എടുക്കണം, അവിടെയൊക്കെ കുറച്ച് ട്രിക്ക് ഉണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. റൂട്ട് 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൊണ്ട് നമ്മൾ 1K സബ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. നിങ്ങളെല്ലാം ചാനൽ സബ് ചെയ്ത് 1K ആക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ നമ്മുടെ ലാപ്ടോപ്പിന്റെ ഡീൽസും ഐഫോണിന്റെ ഡീൽസും ഒരു സെപ്പറേറ്റ് വീഡിയോയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനി അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം, ഞാൻ നോക്കട്ടെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.